സംസ്ഥാനത്ത് വീണ്ടും ഇന്ത്യ റിസർവ് ബറ്റാലിയൻ രൂപീകരിക്കാൻ സർക്കാർ നീക്കം. പോലീസ് സ്റ്റേഷനുകളിലെ അംഗബലം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം പരിഗണിക്കുക പോലും ചെയ്യാതെയാണ് രണ്ടാമത് IR ബറ്റാലിയൻ രൂപീകരിക്കുന്നത്. കേന്ദ്ര ഫണ്ട് ലക്ഷ്യമിട്ടാണ് സർക്കാർ നീക്കമെന്നാണ് ആരോപണം. തിരുവനന്തപുരത്ത് നിന്നും രാജീവ് ചേരുന്നുണ്ട്. രാജീവ്, എന്തായാലും വീണ്ടും ഇന്ത്യ റിസർവ് ബറ്റാലിയൻ രൂപീകരിക്കാനുള്ള നീക്കവുമായിട്ട് പിണറായി സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം പോലീസ് സ്റ്റേഷനുകളിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇല്ല എന്ന്, വേണ്ടത്ര പോലീസ് ഉദ്യോഗസ്ഥർ ഇല്ല എന്ന് പലവട്ടം DGP അടക്കം റിപ്പോർട്ട് നൽകിയിട്ട് പോലും അതൊന്നും തന്നെ പരിഗണിക്കാതെയാണ് ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടക്കാൻ പോകുന്നത് സർക്കാർ. എന്നാലും കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ട് തട്ടിയെടുക്കാനുള്ള പുതിയ ഒരു ലക്ഷ്യവുമായിട്ടാണ് പിണറായി സർക്കാർ നീങ്ങുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ത്യ റിസർവ് ബറ്റാലിയൻ രൂപീകരിക്കാനാണ് സർക്കാർ നീക്കം ഇടുന്നത്. രണ്ടാമത് IR ബറ്റാലിയനാണ് രൂപീകരിക്കാൻ പോകുന്നത്. കേന്ദ്ര ഫണ്ട് ലക്ഷ്യമിട്ട് തന്നെയാണ് സർക്കാർ ഈ നീക്കമൊക്കെ തന്നെ ആരോപിക്കണം. ഒപ്പം വലിയ തോതിൽ രാജീവ് ചേരുന്നുണ്ട്. രാജീവ്, എന്താണ് ഈ വാർത്ത സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ? രജനി, കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലീസ് സ്റ്റേഷനുകളിലെ അംഗബലം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം തന്നെയാണ്. കാരണം അമിത ജോലിഭാരവും മാനസിക സമ്മർദ്ദവും സഹിക്കവയ്യാതെ പോലീസ് ഉദ്യോഗസ്ഥർ കൂട്ടത്തോടെ സ്വയം വിരമിക്കുന്നതും അതുപോലെ തന്നെ ആത്മഹത്യകൾ തിരഞ്ഞെടുക്കുന്നതും പോലീസ് സേനയിൽ വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ കുറേ വർഷത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 100-നടുത്ത ഉദ്യോഗസ്ഥരാണ് പോലീസ് സേനയിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, കൂട്ടത്തോടെ സ്വയം വിരമിക്കുന്നതും പോലീസ് സേനയിൽ വർദ്ധിച്ചിരിക്കുന്നു. 2 വർഷത്തെ കണക്ക് മാത്രം പരിശോധിച്ചാൽ 200-നടുത്ത പോലീസ് ഉദ്യോഗസ്ഥരാണ് കൂട്ടത്തോടെ പോലീസ് സേനയിൽ നിന്ന് വിരമിച്ചിരിക്കുന്നത്. 72 ഉദ്യോഗസ്ഥരാണ് ഈ വർഷം മാത്രം സ്വയം വിരമിക്കാൻ അപേക്ഷ നൽകി കാത്തിരിക്കുന്നത്. ഇവരുടെ പൊതുവായ ആവശ്യം പോലീസ് സ്റ്റേഷനുകളിൽ അംഗബലം വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ്. പക്ഷേ ആ ആവശ്യത്തോട് സർക്കാർ ഇതുവരെ അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. ധനവകുപ്പാണ് ഇത്തരമൊരു ആവശ്യത്തിന് എതിര് നിൽക്കുന്നത്. പോലീസ് സ്റ്റേഷനുകളിലെ അംഗബലം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്നും ഉയർന്നെങ്കിലും ധനവകുപ്പ് ഇതിനോട് അനുകൂലമായി പ്രതികരിക്കാത്തൊരു സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. പക്ഷേ ഇതിനിടെയാണ് ഇന്ത്യ റിസർവ് ബറ്റാലിയൻ രൂപീകരിക്കാനുള്ള നീക്കവുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്. രണ്ടാമത് ഇന്ത്യ റിസർവ് ബറ്റാലിയൻ രൂപീകരിക്കാനാണ് സർക്കാർ നീക്കം. നിലവിൽ തന്നെ ഒരു ഇന്ത്യ റിസർവ് ബറ്റാലിയൻ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിന് കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ അനുമതി നൽകിയിരുന്നു. രണ്ടാമതും ഇന്ത്യ റിസർവ് ബറ്റാലിയൻ രൂപീകരിക്കാനുള്ള നീക്കം സംസ്ഥാന ആഭ്യന്തര വകുപ്പ് നടത്തുകയാണ്. ഇതിന് കേന്ദ്ര സർക്കാരിനെ സമീപിക്കാനാണ് നിലവിൽ സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം. ഇതിന് കാരണമായി പ്രധാനമായും സേനയിൽ ഉയരുന്ന ആരോപണം, കോടിക്കണക്കിന് രൂപയാണ് ഇന്ത്യ റിസർവ് ബറ്റാലിയൻ രൂപീകരിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാർ നൽകുന്നത്. അത്തരത്തിലുള്ള ഫണ്ടുകൾ ലക്ഷ്യമിട്ട് മാത്രമാണ് ഇന്ത്യ റിസർവ് ബറ്റാലിയൻ രൂപീകരിക്കുന്നു. അതുപോലെ തന്നെ ഭീകരവിരുദ്ധ സ്ക്വാഡ് രൂപീകരിക്കുന്നു. ഇതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ നോക്കുകയാണെങ്കിൽ പലതും നിർജ്ജീവമാണ്. ഇന്ത്യ റിസർവ് ബറ്റാലിയൻ രൂപീകരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഇന്ത്യ റിസർവ് ബറ്റാലിയനെ നിയോഗിക്കാൻ നിർദ്ദേശമുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നിയോഗിക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരിശീലനം ഉൾപ്പെടെ നൽകുകയോ ചെയ്യാറില്ല. പലപ്പോഴും ഈ കേന്ദ്ര ഫണ്ട് ലക്ഷ്യമിട്ടുകൊണ്ട് തട്ടിക്കൂട്ടി ഈ പോലീസ് സേനയിൽ പ്രത്യേക വിഭാഗങ്ങൾ രൂപീകരിക്കുന്നു എന്നല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട മറ്റു തുടർ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നില്ല എന്ന തരത്തിൽ വലിയ ആരോപണങ്ങൾ സേനയിൽ തന്നെ ഉയരുന്നുണ്ട്. അത് കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് ലക്ഷ്യമിട്ടുകൊണ്ട് മാത്രമാണ് എന്നാണ് പ്രധാനമായും ഉയരുന്ന ആരോപണം. നേരത്തെ തന്നെ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തിരുന്നു. മാവോയിസ്റ്റ് വേട്ടയ്ക്കെന്ന കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആ ഘട്ടത്തിൽ പ്രധാനമായും ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തുകൊണ്ടുള്ള നീക്കം സർക്കാർ നടത്തിയത്. 1 കോടി രൂപയ്ക്കടുത്താണ് നിലവിൽ ഈ ഹെലികോപ്റ്ററിന് വാടക നൽകുന്നത്. അതും കേന്ദ്ര സർക്കാർ നൽകുന്ന ഫണ്ടിൽ നിന്ന്, അതായത് പോലീസിന് കേന്ദ്ര സർക്കാർ നൽകുന്ന ഫണ്ടിൽ നിന്നാണ് നിലവിൽ ഈ വാടക നൽകി വന്നിരുന്നത്. അത്തരത്തിൽ കേന്ദ്ര ഫണ്ട് ലക്ഷ്യമിട്ടുകൊണ്ട് മാത്രം ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ രൂപീകരിക്കുന്നു എന്നതിനപ്പുറം പോലീസിനെ വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടികൾ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്ന വിമർശനം തന്നെയാണ് പോലീസ് സേനയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പോലീസ് മുന്നോട്ട് വെക്കുന്നത് ഇന്ത്യ റിസർവ് ബറ്റാലിയനോ മറ്റോ സംവിധാനങ്ങളോ അല്ല ഇപ്പോൾ വേണ്ടത്. പോലീസ് സ്റ്റേഷനുകളിലെ അംഗബലം വർദ്ധിപ്പിക്കണം. പലപ്പോഴും 24 മണിക്കൂറിന് മുകളിലൊക്കെ തുടർച്ചയായി ജോലി ചെയ്യേണ്ട ഗതികേടിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ. അതിന് പരിഹാരം കാണണമെന്ന ആവശ്യം തന്നെയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര ഫണ്ട് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകുന്നു. അതിനാവശ്യമായ ക്രമീകരണങ്ങളാണ് നിലവിൽ ഇപ്പോൾ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ ക്രമസമാധാന പരിപാലനത്തിന് പോലും വേണ്ടത്ര പോലീസ് ഉദ്യോഗസ്ഥരില്ലാത്ത സാഹചര്യമാണ്. പലപ്പോഴും സഭയിൽ വരെ മുഖ്യമന്ത്രി ന്യായീകരണങ്ങളൊക്കെ തന്നെ നടത്താറുണ്ട്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു ഇന്ത്യ റിസർവ് ബറ്റാലിയൻ രണ്ടാമത് വേണമെന്നുള്ളൊരു ആവശ്യം കൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് പോലീസ് തലത്തിൽ നിന്ന് തന്നെ ശക്തമായ പ്രതിഷേധത്തിന് സാഹചര്യം കാണുന്നില്ലേ?
തീർച്ചയായും രജനി, പോലീസിലെ അംഗബലം വർദ്ധിപ്പിക്കണം എന്നത് തന്നെയാണ് പോലീസ് സേനയിൽ വരുന്ന പൊതുവികാരം. അത് വലിയ ആവശ്യമായി തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം പോലീസ് സ്റ്റേഷനുകളിൽ ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ല. 2019 കണക്കുകൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഏകദേശം 7000-ഓളം ഉദ്യോഗസ്ഥരുടെ കുറവാണ് നിലനിൽക്കുന്നത്. അവിടെ പര്യാപ്തമായ രീതിയിൽ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കണമെന്ന ആവശ്യം തന്നെയാണ് സേനയിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഉയർന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ പോലീസിലെ ആത്മഹത്യകളും അതുപോലെ തന്നെ കൂട്ടത്തോടെയുള്ള സ്വയം വിരമിക്കലും ഒക്കെ പരിശോധിച്ചാൽ ഇക്കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. DGP ഉദ്യോഗസ്ഥർക്ക് കൗൺസിലിംഗ് ഒക്കെ നൽകാൻ നിർദ്ദേശം നൽകിയെങ്കിൽ പോലും 72 ഉദ്യോഗസ്ഥരാണ് ഈ വർഷം മാത്രം പോലീസ് സേനയിൽ സ്വയം വിരമിക്കാൻ അപേക്ഷ നൽകി കാത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല പുതിയതായി SI-മാരായി കയറുന്നവർ പോലും ഈ പോലീസ് ജോലിയോട് വിട പറയുന്ന ഒരു സാഹചര്യവും സംസ്ഥാന പോലീസിൽ വർദ്ധിച്ചു വരികയാണ്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പോലീസിൽ മതിയായ ഉദ്യോഗസ്ഥരുടെ ക്ഷാമം നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല അമിത ജോലിഭാരം നിൽക്കുന്നു, മാനസിക സമ്മർദ്ദം നിൽക്കുന്നു, അമിതമായ രാഷ്ട്രീയവൽക്കരണം നിൽക്കുന്നു. ഇക്കാര്യങ്ങളൊക്കെ പോലീസിൽ പിടിമുറുക്കിയിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളാകുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാതെയാണ് ഇന്ത്യ റിസർവ് ബറ്റാലിയൻ എന്ന പേരിൽ വീണ്ടും സംവിധാനം കൊണ്ടുവരാനുള്ള നീക്കം സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ തന്നെ ഒരു ഇന്ത്യ റിസർവ് ബറ്റാലിയൻ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തിയാണ് ഇന്ത്യ റിസർവ് ബറ്റാലിയൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവർക്ക് കമാൻഡോ പരിശീലനം ഉൾപ്പെടെ നിലവിൽ നൽകാറുമുണ്ട്. പക്ഷേ അത്തരം സംവിധാനങ്ങൾ കൊണ്ടുവരുന്നതിനോടല്ല സേനയിൽ വിമർശനം ശക്തമായി വരുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് വെക്കുന്ന ആവശ്യം അത് ക്രമസമാധാന പാലനമാണ്. അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾക്ക് ആവശ്യത്തിന് ഉദ്യോഗസ്ഥരെ നിയോഗിക്കാതെ ഇത്തരം സംവിധാനങ്ങളിലേക്ക് പോകുന്നു. അതിന്റെ കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് കേന്ദ്ര ഫണ്ട് തന്നെയാണ്. കോടിക്കണക്കിന് രൂപയുടെ കേന്ദ്ര ഫണ്ട് ഇന്ത്യ റിസർവ് ബറ്റാലിയൻ രൂപീകരിക്കുമ്പോൾ ഓരോ മാസവും സംസ്ഥാന പോലീസിലേക്ക് എത്തും. അത് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കം നടത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായി വരുന്ന വിമർശനം. കാരണം നേരത്തെ തന്നെ ഭീകരവിരുദ്ധ സ്ക്വാഡ് രൂപീകരിക്കുന്ന ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നത് ഭീകരവിരുദ്ധ സ്ക്വാഡ് ഇത്തരം പ്രവർത്തനങ്ങളിൽ വളരെ ശക്തമായി ഇടപെടും എന്നാണ്. നമുക്ക് പക്ഷേ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് PFI ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്കെതിരെ കൃത്യമായ നടപടികൾ കേന്ദ്ര ഏജൻസികൾ സ്വീകരിച്ചപ്പോൾ ഒന്നും ചെയ്യാതെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു കേരളത്തിലെ ഭീകരവിരുദ്ധ സ്ക്വാഡിൻ്റേത്. മാത്രമല്ല എലത്തൂർ തീവയ്പ് കേസ് ഉണ്ടായപ്പോൾ, ട്രെയിൻ തീവയ്പ് ഉണ്ടായ സമയത്ത് പ്രതി ഇവിടെ നിന്ന് കടന്നു കളയുന്ന സാഹചര്യം പോലും ഉണ്ടായി. പോലീസ് പഴുതടച്ച സുരക്ഷ ഒരുക്കി എന്നൊക്കെ പറയുമ്പോഴായിരുന്നു പ്രതി മഹാരാഷ്ട്രയിലേക്ക് കടന്നതും പിന്നീട് മഹാരാഷ്ട്ര ATS ആണ് ഈ പ്രതിയെ പിടികൂടി കേരളത്തിന് കൈമാറുന്നത്. അത്തരത്തിൽ വലിയ വീഴ്ച ഈ ഭീകരവിരുദ്ധ സ്ക്വാഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തു. ഇതിന് കാരണമായി ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നത് ഇവർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളോ അല്ലെങ്കിൽ അത്തരം പരിശീലനങ്ങളോ ഒന്നും നൽകാറില്ല. വെറുതെ ഈ സംവിധാനങ്ങൾ രൂപീകരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് യാതൊരു പ്രവർത്തനങ്ങളും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് രജനി. പദ്ധതികളും ഇങ്ങനെയുള്ള സംഭവങ്ങളും ഒക്കെ തന്നെ രൂപീകരിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നടപ്പിലാകുന്നില്ല. രാജീവ് പറഞ്ഞതുപോലെ തന്നെ എന്തായാലും ഈ സംസ്ഥാനത്ത് വീണ്ടും ഇന്ത്യ റിസർവ് ബറ്റാലിയൻ രൂപീകരിക്കാനുള്ള സർക്കാർ നീക്കമൊക്കെ തന്നെ നടക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിലെ അംഗബലം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം പോലും ആ ഒരു ആവശ്യം അല്ലെങ്കിൽ അതൊന്നും പരിഗണിക്കാതെയാണ് ഇങ്ങനെ ഒരു രണ്ടാമത് IR ബറ്റാലിയൻ രൂപീകരിക്കാൻ ഒരുങ്ങുന്നത്. എന്തായാലും പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെ ഒരു പ്രതിഷേധത്തിനൊക്കെയുള്ള ശക്തമായ പ്രതിഷേധം നടത്താനുള്ള സാഹചര്യമൊക്കെ തന്നെ കാണുന്നുണ്ട്. അപ്പം കേന്ദ്ര ഫണ്ട് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടാണ് സർക്കാർ ഇത്തരം നീക്കം നടത്തുന്നുള്ള ഒരു ആരോപണവും ശക്തമാവുന്നുണ്ട്. രാജീവാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.